പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഏറ്റുമുട്ടുന്ന IPL മത്സരം സസ്പെൻഡ് ചെയ്തു. മത്സരം സസ്പെൻഡ് ചെയ്തത് സുരക്ഷാ ഭീഷണികൾ കൊണ്ടാണ്. ധരംശാലയിലെ ബാക്കിയുള്ള മത്സരങ്ങൾ നേരത്തെ തന്നെ മാറ്റിവെച്ച സാഹചര്യത്തിൽ ശേഷിക്കുന്ന ഒരു മത്സരം കൂടെ കഴിഞ്ഞ് വേദി വിടാമെന്നാണ് IPL വൃത്തങ്ങൾ അറിയിച്ചിരുന്നതെങ്കിലും അതീവ ജാഗ്രതയും സുരക്ഷയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ IPL മത്സരം നിർത്തിവെച്ചത്. ആദ്യം ബാറ്റ് ചെയ്യുന്ന പഞ്ചാബ് കിങ്സ് 122 റൺസ് നേടി 10 ഓവർ ബാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റ് ഓഫ് ആക്കുന്നത്. ആദ്യം അത് ടെക്നിക്കൽ ഫെയിലിയർ ആണെന്ന് പലരും വിചാരിച്ചിരുന്നെങ്കിലും പിന്നീട് ആളുകളോട് സ്റ്റേഡിയം വിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതേ തുടർന്നാണ് മത്സരം റദ്ദാക്കിയതായി BCCI വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. BCCI ഉടനടി യോഗം ചെയ്ത് മറ്റൊരു 1-2 വേദിയിലേക്ക് മാറ്റാനുള്ള സജ്ജീകരണങ്ങൾ തുടങ്ങുന്നുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ധരംശാല എയർപോർട്ട് നേരത്തെ തന്നെ അടച്ചിരുന്നു. എന്നാൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിനുള്ള താരങ്ങളും ടീമും എല്ലാം നേരത്തെ തന്നെ ധരംശാലയിൽ എത്തിയ സാഹചര്യത്തിലാണ് ഈ മത്സരം അവിടെ നടത്താമെന്ന് BCCI വൃത്തങ്ങൾ തീരുമാനിച്ചത്. ശേഷിക്കുന്ന അവിടുത്തെ മത്സരങ്ങൾ അഹമ്മദാബാദിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മത്സരം കളിക്കാവുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളതെന്നാണ് ഇന്ത്യൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത്തരം സാഹചര്യത്തെ തുടർന്നാണ് ഇപ്പോൾ IPL മത്സരങ്ങൾ റദ്ദാക്കുന്ന കാര്യവും ചർച്ചയ്ക്കെത്തുന്നത്. ധരംശാലയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ മാത്രം അകലെയാണ് കഴിഞ്ഞ ദിവസം അറ്റാക്ക് നടന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇവിടുന്ന് IPL മത്സരങ്ങൾ മാറ്റണമെന്ന അഭിപ്രായങ്ങൾ വന്നിരുന്നു. എന്നാൽ ഒരു മത്സരം മാത്രം ശേഷിക്കെ അവിടുന്ന് ബാക്കിയുള്ള മത്സരം മാറ്റി. എന്നാൽ മത്സരം നടന്ന സാഹചര്യത്തിൽ ആളുകൾ കൂടുന്ന ഇടമായതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഔട്ടിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. പഞ്ചാബിലും അമൃത്സറിനും പരിപൂർണ ബ്ലാക്ക് ഔട്ടാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത്തരം സാഹചര്യത്തിൽ ആരുടെയും ജീവൻ അപായപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി എയർപോർട്ടില്ലാത്ത സാഹചര്യത്തിൽ ട്രെയിനുകൾ തയ്യാറാക്കി ഉടനടി ധർമ്മശാലയിൽ നിന്നും ഏവരെയും പുറത്തെത്തിക്കാനുള്ള യോഗവും ചേരുന്നത്.